നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇതാണ് ദ റിയൽ ലവ്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന് മുമ്പ് കർത്താവ് നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പാപങ്ങൾ നീക്കുന്നതിനുള്ള പ്രസാദകരമായ യാഗമായി തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് പിതാവ് അത് തെളിയിച്ചു. നമ്മൾ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ കർത്താവ് എന്ത് ചെയ്തു? നമ്മെ സ്നേഹിച്ചു. പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവരാ ഞാനും നിങ്ങൾ. അവൻ ഇത്രയും സ്നേഹം ലഭിച്ച വേറൊരു കൂട്ടരില്ല, ഇത്രയും സ്നേഹം അനുഭവിക്കുന്ന വേറെ ആരുമില്ല. കാരണം നാം പാപം ചെയ്ത് പാപത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ നമ്മളെ സ്നേഹിച്ച് അത് സ്നേഹം എന്താണെന്ന് കാണിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളെ നീക്കുന്നതിന് പിതാവ് എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ നമുക്കൊരു പ്രസാദകരമായ യാഗമായി, എന്നിട്ട് നമ്മുടെ പാപങ്ങളെ നീക്കി നമ്മളെ ശുദ്ധീകരിച്ചു, നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ വിശുദ്ധീകരിച്ചു. അതാണ് സ്വർഗീയ പിതാവ് ചെയ്തത്. ധൂർത്തുപുത്രനെ കുറിച്ചൊക്കെ പറയും. ഈ മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് അപ്പനെ നിരാകരിച്ചു, അനുസരണക്കേട് കാണിച്ചു, പൂർണ്ണമായി അപ്പനൊരു അപമാനമായി മാറി. ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവൻ വീട് വിട്ടു പോകുന്നത്. ഒന്നുമില്ലാത്തവനായി അവൻ അവിടെ കടന്ന് ചിന്തിച്ചത്, എൻ്റെ വീട്ടിൽ കൂലിപ്പണിക്കാർക്ക് നല്ല ആഹാരം. ഇവൻ അപ്പനോടുള്ള സ്നേഹമല്ല ഇവനെ ചിന്തിപ്പിച്ചത്, ഇവൻ്റെ വിശപ്പാണ്, അല്ലെങ്കിൽ ഇവൻ്റെ അവസ്ഥയാണ് വീട്ടിലേക്ക് പോകാനും അപ്പൻ്റെ അവിടെ ചെന്നിട്ട് ആഹാരം കഴിക്കുന്ന കാര്യമൊക്കെ ചിന്തിച്ചത്. അല്ലാതെ ഇവൻ അപ്പനോടുള്ള സ്നേഹമല്ല. പക്ഷെ അവൻ മടങ്ങി ചെല്ലുമ്പോൾ ഇവൻ എന്തുദ്ദേശത്തോടെ മടങ്ങി വരുന്നു എന്നൊക്കെ അപ്പൻ അറിയാം. എങ്കിലും ആ മടങ്ങി വരുന്നവനെ ഓടിച്ചെന്ന് സ്നേഹിച്ച്, അവനെ മാറോടി ചേർത്ത് പിടിച്ച്, അവൻ മോതിരവും പുതിയ വസ്ത്രവും കൊടുത്ത് വീട്ടിൽ വലിയ ആഘോഷം നടത്തിയ അപ്പനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതേ സ്നേഹം വലിയ സ്നേഹം സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മൾ ഇനി എന്തെങ്കിലും സ്നേഹം കൂടാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ടുമല്ല നമ്മളോടുള്ള സ്നേഹം വലുത്. അതുകൊണ്ട് ഇന്ന് പിന്മാറിപ്പോയി ആരെങ്കിലും നിൽക്കുക, അയ്യോ കർത്താവിൻ്റെ അടുക്ക വന്നു, ഞാൻ പിന്മാറിപ്പോയി, ഇനി എങ്ങനെ മടങ്ങി വരും? ഓർത്തു നോക്കിയേ, ഇന്ന് ധൈര്യമായിട്ട് മടങ്ങി വാ. ആ ധൂർത്തുപുത്രൻ മടങ്ങി വരുന്നത് അവൻ കർത്താവിന് മാനസാന്തരം കൊണ്ടൊന്നും വന്നല്ല, അവൻ്റെ വിശപ്പ് കൊണ്ട് മടങ്ങി വന്നു. പക്ഷെ അവനെ രണ്ട് കൈയും നീട്ടി അപ്പനങ്ങ് സ്വീകരിച്ചില്ലേ, അവനെ മാറോട് ചേർത്ത് പിടിച്ചില്ലേ, അവനെ ആശ്വസിപ്പിച്ചില്ലേ, അവനെ ചേർത്ത് അവനെ കുടുംബത്തിലെ അംഗമാക്കി തിരിച്ചെടുത്തില്ലേ? അതാണ് സ്നേഹം. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നാം സ്നേഹിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്നു.